വെൽക്കം ടു എൻജോ സ്റ്റോർ. ഞാൻ റീസെൻ്റ്ലി ഒരു ന്യൂസ് കേട്ടു. ഇവിടുന്ന് ഒരു വിദേശത്തേക്ക് പോയ യുവാവിനെ അവിടെ വെച്ച് തടഞ്ഞു വെച്ചു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്ത് എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു മെഡിസിൻ കയ്യിൽ കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിങ്ങനെ പലർക്കും ദുരനുഭവം ഉണ്ടാവാറുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് ഇങ്ങനെയുള്ള കുറേ ന്യൂസുകൾ നമ്മുടെ ട്രാവൽ ഏജൻസികളുടെ ഗ്രൂപ്പുകളിൽ വരാറുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാറുമുണ്ട്. ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നടുവേദനയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് സ്ഥിരമായിട്ട് കഴിച്ചിരിക്കുന്ന മെഡിസിനാണ്, ഗാബാപെൻറ്റിൻ എന്നൊരു മെഡിസിനാണ് ഉപയോഗിച്ചിരുന്നത്. അതാണ് കൊണ്ടുപോയത്. ഈ മെഡിസിൻ അദ്ദേഹം പോയ രാജ്യത്ത് നിരോധിച്ചതായിരുന്നു എന്നുള്ളതാണ് കാരണം. അത് സൗദി അറേബ്യയിലേക്കാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെഡിസിൻ്റെ കണ്ടന്റ് അവിടെ നിരോധിച്ചതായതുകൊണ്ട് അവർക്ക് അത് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ വാങ്ങിച്ച് കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതേപോലെ ഈ മെഡിസിൻ വാങ്ങിക്കുന്ന സമയത്ത് മെഡിക്കൽ ഷോപ്പിൻ്റെ കയ്യിൽ നിന്നും അവർ ബില്ലും അതിൻ്റെ കൂടെ സീല് വെച്ചിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇത് 2 ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ട് കരുതി കഴിഞ്ഞാൽ 99.99% നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് പുറത്തു പോകാവുന്നതാണ്. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ട് എങ്കിൽ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വ്യക്തമായിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതി വാങ്ങിക്കുക. അതേപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിൻ്റെ കയ്യിൽ നിന്നും ബില്ല് വാങ്ങിച്ച് സീല് വെപ്പിച്ച് വാങ്ങിക്കണം. ഇതെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, ബൈ ബൈ.